ആക്രമിച്ച കേസ് നാളെ വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കും. കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവെന്നും അതിജീവിത. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, നമുക്കറിയാം കഴിഞ്ഞ 2 തവണ ഇത്തരത്തിൽ ഈ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ജഡ്ജിമാർ പിന്മാറിയിരുന്നു. ഇപ്പോൾ നടിക്ക് ആശ്വാസമാവുന്ന ഒരു കാര്യം തന്നെയാണ്, വീണ്ടും കേസ് പരിഗണിക്കപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് 3ാമത്തെ ബെഞ്ചാണ് നാളെ ഇത് പരിഗണിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ 2 ബെഞ്ചുകൾ ഈ കേസിൽ പരിഗണിക്കുന്നതിൽ നിന്നും ഒഴിവായിരുന്നു. ആദ്യം മെമ്മറി കാർഡ് പരിശോധനയിലെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ്റെ ബെഞ്ചിലാണ് എത്തിയത്. അദ്ദേഹം ഹൈക്കോടതി രജിസ്ട്രാറായിക്ക് ഈ വിഷയം, അതായത് ഈ പരാതി പരിഗണിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറിയിരുന്നു. പിന്നീട് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിൽ കഴിഞ്ഞ ദിവസം ഈ ഹർജി എത്തിയെങ്കിലും അദ്ദേഹവും സെഷൻസ് ജഡ്ജായിരിക്കെ ഈ വിഷയം പരിഗണിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഒഴിവാക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ജസ്റ്റിസ് CS ഡയസിൻ്റെ ബെഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ 32ാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നാളെ ഇതുമായി ബന്ധപ്പെട്ടവരോട് വിശദീകരണം ആവശ്യപ്പെടുകയോ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. ഹൈക്കോടതിയുടെ ആദ്യ ബെഞ്ച്, അതായത് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഇത് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസ് ക്രിമിനൽ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ ഹൈക്കോടതി തന്നെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ ആദ്യം പറയുകയും പിന്നീടാണ് ഇദ്ദേഹം ഈ കേസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യമായതിനാൽ കോടതി അത് ഏത് തരത്തിലെടുക്കും എന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും ഈ അതിജീവിത ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇതിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ്. കാരണം അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നത് സംബന്ധിച്ച് സെഷൻസ് ജഡ്ജിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ യാതൊരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. 2018 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി മുതൽ ഇത് പരിശോധിച്ചിരുന്നു. അനധികൃതമായിട്ടാണ് പരിശോധിച്ചത് എന്ന് വ്യക്തമായിട്ടും തുടർ നടപടികളില്ല എന്നാണ് പരാതി. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.